Assalamualaikum, welcome back to Wandering Vibes. അത് കിട്ടാ പറടാ Wandering Vibes. അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ട് പോകുന്നുണ്ട്. ഇടയ്ക്ക് കുറെ വ്ളോഗ് ഇട്ടിട്ട് ഇടക്കിടക്ക് എടുക്കും പിന്നെ നിർത്തും അല്ലേ? എല്ലാവർക്കും അറിയാം നമ്മള് ബിസിയാണ്. പിന്നെ എന്താ പറയാ, ഇപ്പൊ അൽഹംദുലില്ലാ നമ്മള് ഒരു ഷോപ്പൊക്കെ ഇൻഷാല്ലാ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അതിന്റെ ബാക്കിലാവുമ്പോൾ നമ്മൾ അതിന് അനുസരിച്ച് അങ്ങനെ നിൽക്കണമല്ലോ. അതിന്റെ ബാക്കിലും കോൺസെൻട്രേറ്റ് ചെയ്യണ ഒരു ബിസിനസ് ആവുമ്പോൾ അപ്പൊ എല്ലാരെയും പ്രാർത്ഥനയും ഇതൊക്കെ വേണമല്ലേ. ഷോപ്പ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല, ഓപ്പൺ ആവും. നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് റെഡി ആവാനുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പോകണ വ്ളോഗാണ്. വെക്കേഷനാണ്. അപ്പൊ ഞങ്ങൾ വെക്കേഷനിൽ നാട്ടിൽ പോകില്ല എന്നാണ് കരുതിയിരുന്നത്. ഞാനല്ല കേട്ടോ, ഷെബൂറ്റിയാണ് നാട്ടിൽ പോണത്, ഞാൻ പോണില്ല. അപ്പൊ വെക്കേഷനിൽ നാട്ടിൽ പോകില്ലെന്ന് കരുതിയിരുന്നത്. ഷോപ്പും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ കരുതി പിന്നെ എല്ലാവരും നാട്ടിലാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ശരിയാവാനും ഉണ്ട്. അപ്പൊ എന്തായാലും ഷെബൊക്കെ നാട്ടിൽ പോയി വരുമ്പോൾ അതിന്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ. അപ്പൊ ഓരൊക്കെ പോയി എന്നിട്ട് പേപ്പർ വർക്ക്സ് ഒക്കെ ശരിയായിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേറൊരു സംഭവം കൂടി കിട്ടാനുണ്ട്. അതിന് വേണ്ടിയിട്ട് കാത്തിക്കാണ് കേട്ടോ. അപ്പൊ ബസ്സില്ല നമ്മുടെ കൂടെ നാട്ടിലേക്ക്. ഞാന് കുട്ടികൾ മാത്രമേ പോകുന്നുള്ളൂ, ഉമ്മണ്ട് കൂടെ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കല്യാണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൂടാൻ വിചാരിച്ചിട്ടാണ് പോണത്. 2-3 കല്യാണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഫ്രണ്ടിനൊക്കെ കല്യാണം വരുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ അങ്ങനെ നാട്ടിൽ പോകാൻ വിചാരിച്ചു. അങ്ങനെ ഇന്ന് പുറത്ത് പോവാണ്. ഇന്ന് ഫ്രൈഡേ ആണ്. അദീമില്ല കേട്ടോ. നിങ്ങൾ അദീമിനെ ഈ വ്ളോഗിൽ കാണുന്നുണ്ടാവില്ല. അദീം നല്ല ഉറക്കത്തിലാണ്, വീട്ടിൽ കിടന്ന് ഉറങ്ങാണ്. പിന്നെ ഇപ്പം ഉണ്ട് നോക്കാൻ. ഇപ്പം ഞങ്ങൾ ആ ഒരു ഉറക്കത്തിന് സമയം കൊണ്ട് നമ്മൾ പോയിട്ട് ബാഗ് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് എന്തെങ്കിലും ടീഷർട്ട് കാര്യങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും എടുക്കണം. കുറേയൊന്നും ഇല്ല കേട്ടോ, പർച്ചേസിങ് വളരെ കുറച്ച്. അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെന്താ ഇവിടെ പിന്നെ നല്ല ചൂടാണ്, ആർക്കും നിൽക്കാൻ തോന്നൂല. അപാര ചൂടാണ്. പുറത്തൊന്നും ഒരു 5 മിനിറ്റ് നമുക്ക് തേച്ച് നിൽക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അത്രയും പ്രവാസികളുടെ നാട്ടില് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. വെക്കേഷനൊക്കെ പോയിട്ട് അടിച്ചു പൊളിച്ചു. ഓളിപ്പോ നാട്ടിൽ പോയി വന്നാണ് പർച്ചേസും കാര്യങ്ങളും കഴിച്ചത്. പക്ഷെ എനിക്കിപ്പോ പോവാനും പോരല്ല. ഞാൻ ജോലൊക്കെ എല്ലാം ഒറ്റക്കൊന്നും പോകും. അപ്പൊ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഞങ്ങൾ വന്നിക്കണ നമ്മളെ കോർണിഷ് ഭാഗത്തുള്ള ദറീൻ മാൾ കട്ട വന്നിക്കണത്. പക്ഷെ ഈ ദറീൻ മാളിന്റെ പ്രത്യേകത നമ്മൾ ഇങ്ങോട്ട് വരാൻ കാരണം എന്താ? ഇതിനുള്ളില് സെന്റർ പോയിന്റ് ഉണ്ട്, മാക്സ് ഉണ്ട്, RMB ഉണ്ട്. 3ഉം ഒരു കൊടക്കയിലുണ്ട്. ഫേവറേറ്റ് ഷോപ്സ് എല്ലാം ഇതിലുണ്ട്. അപ്പൊ എന്താ അറിയോ, ഒരു കടയിലില്ലെങ്കിൽ മറ്റേ കടയിലേക്ക് ഡയറക്റ്റ് സ്പോട്ടിൽ തന്നെ കയറാം. അപ്പൊ നമ്മൾ പർച്ചേസിന് അധികം നമ്മൾ വരിക ഈ ദറീൻ മാൾക്കാണ്. അപ്പൊ സെന്റർ പോയിന്റ് ഇല്ലെങ്കിൽ മാക്സിൽ കയറും, മാക്സിൽ ഇല്ലെങ്കിൽ RMBയിൽ കയറും. പിന്നെ കുട്ടികൾ കളിക്കാനുള്ളതും ഒക്കെ ഇതിനുള്ളിലുണ്ട് അല്ലേ മാക്സിമം. അപ്പൊ ഞങ്ങൾ അധികം വീക്കെൻഡിലൊക്കെ ഡ്രസ്സോ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ദറീൻ മാൾക്ക് വരിക കേട്ടോ. ഇപ്പൊ കയറുമ്പോ കണ്ടോ, ഇവിടെ RMB ആണ്, ഇത് സെന്റർ പോയിന്റ് ആണ്. പിന്നെ മാക്സ് എവിടെ മുകളിലല്ലേ? മാക്സ് നേരെ മുകളിലുണ്ട് കേട്ടോ. വേണ്ട, നേരെ RMBക്ക്. ഓ, പെൺകുട്ടികൾക്ക് നല്ല ഉടുപ്പുണ്ട്, സൂപ്പർ. എവിടെ തോൽപ്പന്മാർക്കില്ലേ? തോൽപ്പന്മാർക്കില്ലാണ് ഈ നോക്കണം. ഇഞ്ഞു പാൻസ് ഈ RMBയിൽ സെൻറ്റർ പോയിന്റിലൊക്കെ ഇങ്ങനെ തൂക്കിട്ടീനൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ. ഉണ്ടോ? ഇതിനൊക്കെ ഇപ്പം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 റിയാൽ വരുന്നുണ്ട്. പക്ഷേ ഓഫേഴ്സ് എന്ന് പറയുന്നത് ഉണ്ടാവുക ടേബിൾ വെച്ച് ഓഫർ ഉണ്ടാവും. 2 എടുത്ത് 45 റിയാൽ അല്ലേ? അതീമിൻ്റെ എടുക്കും. അപ്പം അവർക്ക് ലാഭമായി. ഇപ്പം ഇത് ഇതാക്കണേ, ഇവിടെ ഈ ടേബിളും വെച്ചത് ഓഫർ ഉണ്ടാവും. കണ്ടോ, 15 റിയാലാണ് ഏത് ടീഷർട്ടിനും.
ഇതേതിന് 15 റിയാല. നമ്മൾ മാക്സിമം ഇങ്ങനത്തെ ഇമ്മന്ന് എടുക്കല് കേട്ടോ. കാരണം എന്താ പറയുക, കുറച്ച് കാലം യൂസ് ചെയ്താണ്ട് ഒഴിവാക്കാം. ആള് ഓനക്ക് നോക്കട്ടോ. അദീമിനെ കൊടുന്നാലേ ഞങ്ങൾ ഈ പർച്ചേസ് നടക്കൂല. നമ്മൾ ജസ്റ്റ് ഇന്നലെ ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് വന്നില്ല. എന്താ ഇതിൻ്റെ അവസ്ഥ? ഞങ്ങൾ ഇറങ്ങി ഓടി. നാട്ടിക്ക് പോകാൻ പർച്ചേസ് ഒരു ചടങ്ങാ. കുട്ടികളെ സെക്ഷൻ കംപ്ലീറ്റ് ആക്കണതിന് മുന്നോട്ടുള്ള സെക്ഷൻ വണ്ടിക്കണ്. വെറുതെ നോക്കാണ്. കുട്ടികളത് കംപ്ലീറ്റ് ആയിട്ടില്ല. 2 കുപ്പായം പിടിച്ചാണ്ട് ഇഞ്ഞു ഓള സെക്ഷന് നോക്ക്. നല്ലോ പിടിച്ച് രസമുണ്ടടി. ശരിക്കും ഇന്നർ കറുത്ത ബ്ലാക്കോ ഇതിൽ ഇട്ടാൻ നല്ല ഭംഗിയുണ്ടാവും. ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. 85 റിയാൽ കേട്ടോ. കുഴപ്പമില്ല അല്ലേ? അതിൻ്റെ കളർ ചേഞ്ച് ആളൊക്കെ ഭംഗിയുണ്ട്. RMB പർച്ചേസ് കഴിഞ്ഞിട്ട് ഞങ്ങളെ ആകെ 2 സാധനം എടുത്തിട്ടുള്ളൂ. ഇനി നേരെ സെൻട്രൽ പോയിന്റ്. നമ്മൾ മാളിൽ വന്നു കഴിഞ്ഞാലേ അദീമിനെ ഇതുമേൽ കയറ്റി വിടും കേട്ടോ. 30 മിനിറ്റ് എത്ര? 35 എത്ര അല്ലടി? 30 മിനിറ്റ്സിന് 35 അരമണിക്കൂർ ഇത് പോകണമെങ്കിൽ 35 റിയാൽ കൊടുക്കണം. എന്നാലും പാടില്ല, കുറച്ചൊരു സമാധാനം ഉണ്ടാവും. അങ്ങനെ പോവും. ഇനി സെൻട്രൽ പോയിന്റ് നല്ല രസമല്ലേ അല്ലേ? ആൺകുട്ടികൾ ചെയ്യാൻ വരുന്നില്ല, രസമല്ലേ? അടക്കഞ്ഞു തോരപ്പന്മാർക്ക് എടുക്കാൻ. വട്ടം നരങ്ങ ചുറ്റും വെയിലടിച്ചു. അല്ലെ ഫുൾക്കായി. ഇതാണ്. പക്ഷെ അതൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും കൂടി. എനിക്ക് എല്ലാം പറ്റി. പക്ഷെ 45 റിയാലോ ഇപ്പോ. ജോഡിയൊക്കെ അല്ലേ സെറ്റാണ്. എത്രയാണ്? ടൗസറല്ലേ വാങ്ങിച്ചു തരും. കുട്ടികളൊന്നും നാട്ടിലേക്ക് വരുന്നില്ല. എത്രയോ ഇവിടെ കുറേ കണ്ടിട്ടുണ്ട്. സ്പൈഡർമാനെ തല എന്നൊക്കെ പറഞ്ഞ് കുത്തിരിക്കുന്നുണ്ട്. എന്ത് ചെയ്യണേ ഇപ്പോ? ഒരു തീരുമാനം എടുക്ക്. ഈ ടീഷർട്ടാണോ? അദീമിന് എടുക്കാം. ആദമിന് നമുക്ക് കോളർ ഇടാം. ആ കളിയെ നടക്കുള്ളൂ. നോക്കാം. കുട്ടികളുടെ സെക്ഷനിലുണ്ട്. കുട്ടികൾക്ക് എടുക്കാൻ പറഞ്ഞാണ്ട് എങ്ങനെ പോയാലും ലാസ്റ്റ് ഈ സെക്ഷനിൽ തന്നെ എത്തുകയാണ്. പക്ഷെ വേറെ റേറ്റ് ആവും. ഇതിട്ട് പോയാൽ മതി. ഇതും പാൻറ്റും. ശ്രദ്ധ കേന്ദ്രീകരിക്കടി. കഫ്താന് ആകടി കഫ്താമാരി വേറെ സാധനങ്ങളൊക്കെ ചെയ്യും അല്ലേ? കഫ്താമാരി സ്റ്റൈൽ തന്നെയാണ് സംഭവം. പക്ഷെ രസമുണ്ട് അല്ലേ? പ്രത്യേകതര സ്റ്റൈല്. ഇതിനുള്ളത് നമ്മളെ സാസ്കോ. അപ്പോൾ നമ്മൾ സെൻട്രൽ പോയിന്റിൽ നിന്ന് ഇറങ്ങി നേരെ മാക്സ് കോട്ടെ കേട്ടോ. സെൻട്രൽ പോയിന്റിൽ ഒന്നും കിട്ടിയില്ല. ഇയാളത് തെറ്റി പോവാണ്. അത് കള്ള കൂട്ടി ഓടുവാ. മോളിൽ നിന്ന് ബാഗ് വാങ്ങുക. മാക്സിലാണ് വാങ്ങുക. നടക്ക്. ഷെബൂരിന് ചെറിയ തോയിലുണ്ടാവില്ല ബാഗ് കിട്ടോളാം. സെൻട്രൽ പോയിന്റ് RMB. ഇനി നേരെ മുകളിലാട്ടോ മാക്സ് വരുന്നത്. മുകളിൽ ഫുഡ് കോർട്ട്. നമ്മളെ ക്രോക്സിന്റെ ഷോപ്പൊക്കെ പുതിയ വന്നിട്ടെന്നാ അല്ലേ? ആണ് ക്രോക്സ് എൻ്റെ ഷോപ്പാണ്. എന്താ ഇതിനൊക്കെ പുച്ഛം? എന്താ നമ്മളെ ക്രോക്സ്. ഞാൻ കഴിഞ്ഞ പുച്ഛിച്ചു. പക്ഷെ പുതിയത് വന്നാടിയല്ലേ? ഇതൊന്നും ഉണ്ടായില്ല ക്രോക്സ്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല.
ഞാൻ വാങ്ങ 3 കൊല്ലത്തിന് വെക്കണം. ഞാൻ വാങ്ങണല്ലോ വാങ്ങുള്ളൂ. ഞാൻ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല. ഇവിടെ ഇടക്കിടക്ക് പർച്ചേസ് ചെയ്യും. നമ്മൾ കൊല്ലത്തിൽ ഒരിക്കൽ പർച്ചേസ് ചെയ്യും. ഇവിടെ ഫുഡ് കോർട്ടാട്ടോ. മാക്സിന് ഞാൻ തലക്ക വരെ പോകണം. അവിടെയാണ് മാക്സ്. ഞങ്ങളുടെ അതിൻ്റെ ഉള്ളിൽ വണ്ടി കയറി ഇങ്ങോട്ട് വാ. പോണോളെ കുഞ്ഞാമാൻ്റെ മാപ്പിളുടെ കടയാണല്ലേ. കണ്ടോ വണ്ടി പോകണുണ്ട്. ഇതേമാതിരി ആദ്യം അധികം പോകുക കേട്ടോ. ഉണ്ടാവില്ല. ഇനി പോകാൻ അടി കിട്ടാൻ അടി ചോദിച്ചു വാങ്ങണോക്കാ. കണ്ടോ അടി ചോദിച്ചു വാങ്ങാണ്. കൊണ്ടാറാണ്ട് ഉണ്ടാവും. പ്രൈസിലായിരിക്കൂല. ഇതാങ്ങനെ 249 ഇപ്പൊ പക്ഷെ 109 ഓഫറിലുണ്ട്. ഈ ഒരൊറ്റ കാണുന്ന ചെരുപ്പിന് 229 റിയാല്. ബ്രാൻഡാണ് ക്രോക്സ്. ഇനി കുട്ടികളുടെ ചെരുപ്പ് കിട്ടോ 159 229 ഒറിജിനൽ വില. നടക്കാൻ കണ്ടി ചിരിച്ചാതെ അടിയിട്ടാണ് കുറേ. അത് കസ്റ്റമൈസ് ചെയ്തെടുക്കണം അല്ലേ. ഇഷ്ടല്ലത് രസമുണ്ടല്ലേ. ഇഞ്ച കസ്റ്റമൈസേഷൻ ചെയ്താലോ. നടക്കഞ്ഞു വേണ്ട. തെറ്റി പോണോ എടുത്ത് പൊട്ടിച്ചാലടി ഒന്ന്. എന്നിട്ട് വാ വാങ്ങിച്ചു തരാൻ പറഞ്ഞല്ലോ. വാ ഇവള് പോന്നപ്പോ ഓൻ പോരാൻ വേണ്ടിട്ട് ബാഗ് വാങ്ങി തരാന്ന് പറഞ്ഞു. അതുകൊണ്ട് പോള് കുടുങ്ങി. പൊട്ടിച്ചത് പൊട്ടിച്ചിട്ട് വരും. ഇതിനുള്ളിൽ ഒരുവിധം എല്ലാ ബ്രാൻഡ് ഷോപ്പും ഉണ്ടല്ലോ. ചിലപ്പോൾ എല്ലാ ബ്രാൻഡ് ഷോപ്പും കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇതിനുള്ളിൽ നല്ല തിരക്കുമില്ല, ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങൾ ഇടക്കിടക്ക് ഇതൊക്കെയാണ് വരുന്നത്. സമാധാനത്തോടെ പർച്ചേസ് ചെയ്ത് പോക്കല്ലേ. പക്ഷെ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ 2 റൗണ്ട് ഓടി കഴിഞ്ഞിട്ട് ഞങ്ങളിതിന് ചുറ്റും 2 റൗണ്ട് ഓടും. അപ്പം ഞങ്ങൾ വേഗം എന്താ പറയുക പർച്ചേസ് ചെയ്താണ്ടേ വേഗം വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവനടുത്ത് പോകുന്നത്. ഇവനെ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ ഒരു അടി പൊട്ടണം കേട്ടോ. ഇപ്പോൾ പൊട്ടണ കാണാം. ഷെബു അവനോട് പോകാൻ പറഞ്ഞ് ബാഗ് വാങ്ങിച്ചു തരാം. ഫൈനാണ്. ബല ഷോപ്പിൻ്റെ പേര് ബല. ഇട്ട് ബാ. വാ ഞാനപ്പനപ്പം ഒന്ന് കിട്ടും. ഒരു 55 അറിയാമല്ലോ. ഡി മാക്സ്. അപ്പം ഞാൻ അടുത്ത മാക്സ് എന്താടി മാക്സല്ലോ. ഇതാണോ മാക്സ്? സുഖർക്കൻ്റെ മാക്സ്. എൻ്റെ കോമഡി, എൻ്റെ വളിഞ്ഞ കോമഡി. ഓനെ അവിടെ നിർത്തി പോന്നൂടെ എനിക്ക്? നോക്കി നോക്ക്. ജാതി വില പാളിയൊക്കെ നമുക്ക് പറ്റിയ സാധനം എടുത്ത് പോര്. ഈ നടക്കണ നേരം മതി. എടുക്ക് നോക്കുന്ന ഇത് നല്ല രസമുണ്ടടി. പക്ഷെ ഇത് രസമുണ്ടേ. വലുതാവും. പറ്റേണ്ടി എടുത്ത് പോരും. ഇങ്ങനെ നടക്കാൻ വെച്ചാൽ ഞാൻ ഇപ്പൊ നിർത്തി പോകും. പിന്നെ എനിക്ക് ഒന്നും കിട്ടൂല. നിൽക്കണോക്കെ വരുത്താം. എന്തിട്ടാണ് എനിക്ക് അപ്പിടാൻ മുട്ടിക്കണ സൈസ് നോക്കാം. അതോ തമാശ വിട്ട് കാര്യത്തിൽ നമുക്ക് പോവാ. പപ്പക്ക് പോകണം. യെസ് കറക്റ്റാണ്. ചോട്ടക്കുമ്പാടെ പൊറക്കിക്ക ഇതാക്കണം. ഇവിടെയൊക്കെ നല്ല രസമുണ്ടടി. ഇതാ ഉണ്ടോ? ആദ്യമിന് വേണ്ട. നോക്കിയാ ഓനെങ്കിൽ ആദ്യമിന് വേണ്ട. നോക്കിയാ ഓനക്കും വരാം. ഇതൊക്കെ കഴിഞ്ഞതാടി പർച്ചേസിങ് വരെ ഇതൊക്കെ ആയിട്ടാ. ഈ ഷൂ നല്ലോണം പറ്റിയിട്ടാ. പക്ഷെ ആദ്യമീനെ കൊടുന്നാണ്ട് ഇടിച്ച് നോക്കണം. മാർവലിൻ്റെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പ്രൈസ് ഉണ്ട് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. ആദ്യം കാൽമ കറക്റ്റ് ഇട്ടിട്ട് അവൻ കാല് വേദനിക്കാണ് കാരണം. കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തുവാടേ? ആര്
നമുക്ക് നോക്കാം പപ്പിയും പോയിന്. വാ സൂപ്പർ അല്ലേ? നോ ഇതിന്റെ ചെരുപ്പ് കണ്ടില്ലേ? രസമുണ്ട്. രസല്ലേ? വൈറ്റ് അല്ലേ ഒന്നുകൂടി? എനിക്കിഷ്ടം, എൻ്റെ ഇഷ്ടം വൈറ്റ്. കൺഫ്യൂഷൻ ആണ് എൻ്റെ ഇഷ്ടം. വൈറ്റ് ആണോ? രസമുണ്ട്, പക്ഷെ രസമുണ്ട്. എൻ്റെ ഇഷ്ടം. എനിക്ക് വൈറ്റ് ചെയ്താൽ പറ്റിയേ. എൻ്റെ ഇഷ്ടം വൈറ്റല്ലോ രസം ഉണ്ടാവുക. അന്നമിക്കോരം പൊട്ടിക്കും. ഇതിന്റെ പ്രൈസ് പ്രൈസ് ഗസ് ദ പ്രൈസ്. ഷെബു വെള്ളം എടുക്കാൻ പോകണ്ടി എത്തി. പക്ഷെ വെള്ളം മുഹീബൻ ചളിയാണ്. അത് മതിയില്ല, നമുക്ക് ഓടി പോയിട്ട് എടുത്തിട്ട് വരാം. ഇത് വേണ്ട, എന്തിനാ? ഇതോ ഇതോ ആ വേണ്ട. ഗോൾഡ് വെറുതെ എന്തെങ്കിലും കാട്ടിയെടുത്തിട്ട് കാര്യമില്ലല്ലോ. വെള്ള രസമല്ല, വെള്ള രസമില്ലായിട്ടല്ല, പക്ഷെ വെള്ളം ആകെ ചളിയാണോ. ക്യാമറയിൽ കാണുന്നുണ്ടാവില്ല. ഇല്ലാതെ ഇങ്ങനെ ചളിയാവുകയാണെന്നുണ്ട് പിന്നെ എന്തിനാ ആകെ ചപ്പുടിച്ച് വേഗം നടക്ക്. അതാണ്ടോ വെള്ളം എടുക്കരുത്. എന്താണ് പോപ്കോൺ വാങ്ങിയില്ല? അതിൽ ഇരുന്ന് കഴിച്ചോക്കാം. നോണ മലമ്പാമ്പിന്റെ തോല എത്ര നോണാറേ പൈക്കാവുന്നു. നോണാറേ കഴിഞ്ഞില്ലേ? പോവല്ലേ? ഇനി ഏതാ? ക്വാളിറ്റി ഇല്ലടി ഉണ്ടോ? ഒഴിവാക്കാൻ പറ്റില്ല. അല്ലെ ക്വാളിറ്റി വളരെ മോശമായി പോവോ? കണ്ടോ ഇപ്പൊ സിബ് നിറച്ചിട്ട് ശരിക്കും കിട്ടില്ലല്ലോ. കണ്ടോ? അല്ല, നമുക്ക് ക്വാളിറ്റി ഒക്കെ സിബ് കറച്ചിട്ടൊക്കെ ഇപ്പൊ തന്നെ വെറുതെ പേരെ കൊണ്ട് കേട്ടിരുന്നു. എന്തിനപ്പം തന്നെ എനിക്ക് പറ്റിയില്ല. എന്തുണ്ട് ഒതുക്കണ്ടില്ലേ? ഹസ്ബൻഡ് പർച്ചേസും കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇനി അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക്. ഇനി നാട്ടിക്ക് പോണ തലേന്ന് വരെ പർച്ചേസും ഇല്ല. ഇപ്രാവശ്യം പർച്ചേസും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങള് നാട്ടിക്ക് വെക്കേഷന് പോകുന്ന പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് പിന്നെന്താ വെറുതെ ഷോപ്പും കാര്യങ്ങളൊന്നും പോകണമല്ലോ, പിന്നെ വെറുതെ ഇവിടെ കുത്തുന്ന കാര്യമല്ലോ, നാട്ടിൽ പോകാം എന്നുള്ള രീതിയിലാണ് പോയത്. കുട്ടികൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ ഇത് കണ്ടതോ സെക്ഷൻ മുഴുവൻ പെണ്ണുങ്ങളേക്ക് വണ്ടി എടുത്തില്ല. പക്ഷെ വണ്ടി അവൾക്ക് പറ്റിയത് കണ്ടിട്ടില്ല. അതുകൊണ്ട് പറ്റിയതൊരു ബാഗ് കണ്ടു, അത് വാങ്ങുകയും ചെയ്തോള്. അപ്പൊ തന്നെ ഇരുട്ടായില്ലേ നിങ്ങൾക്ക് കൊണ്ടറിയാം. അപ്പൊ ഏതായാലും ഇനിയിപ്പോ എന്താണ് ഇനി എടുക്കണേ ലുലുക്കോ? നമുക്ക് ലുലു നോക്കാം. അൽഹംദുലില്ലാ അത് മറന്നു. അല്ലെങ്കിൽ ഇനി വന്നെടുക്കുക. മുകളിലല്ലേ മാക്സിന് നേരെ വന്നാൽ മതിയല്ലോ. അപ്പൊ ഞാനൊരു ഇനി ലുലുവിൽ പോകണം. നോക്കാം. ഞാൻ ലുലുവിലൊക്കെ ഒന്ന് പോകണം കേട്ടോ. ലുലുവിൽ പോയിട്ട് രാജാവിനെ എടുക്കണം. അദീമ അവിടെ എണീറ്റിങ്ങനെ ഉറക്കത്തിന് യുദ്ധം തുടങ്ങിക്കണേ. രാജാതിരാജ അന്നെ കൊണ്ടത് പോയില്ലേ, പപ്പ പോയില്ലേ. എന്തിട്ടാണ് അത്? ഞാനേ പോപ്കോണ് അടിയോ ഓന് വാങ്ങിയില്ലല്ലോ. ഇതിലുണ്ട് അയച്ചിരുന്നെന്താ എന്റെ പപ്പ വാങ്ങിച്ചാലോ പുതിയത് കേട്ടോ. ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാനായിക്കോണല്ലോ രൂപ. നമുക്ക് ഞങ്ങൾ മൂന്നാറ് പോയപ്പോ എടുത്താട്ടോ. ആ പാട്ട് കഴിഞ്ഞു. പാട്ട് ഓ വന്നു. ഇനി പാട്ടൊക്കെ ഓനെ വണ്ടി കയറാത്തതാണ്. ഇനി പോയിക്കോളി പാട്ട് ഇടാൻ നോക്കിയാ പോണ് ആക്കണ. കറക്റ്റ് അറിയാ. ഞാൻ്റെ ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഇട്ടിട്ടോ ഇരിക്കുള്ളൂ. നോക്കി അത് തിരയണം. ഞാൻ ഇഷ്ടമുള്ള പാട്ടുണ്ട്, അത് തിരയണം. അതായത് മലബാരി ബാങ്ക് കിട്ടണം. പപ്പ പക്ഷെ മലബാരി ബാങ്ക് കിട്ടുകൊടുത്താ ഒന്നും പറ്റിയിട്ടില്ല. മലബാരി ബാങ്ക് തന്നെ കിട്ടണോ? മലബാരി ബാങ്ക് കിട്ടുകൊടുത്തോ? മലബാരി ബാങ്ക് കിട്ടണം. 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 മലബാരി ബാങ്ക് കി
കിട്ടി കണ്ടോ കണ്ടോ കുട്ടീനെ പാറ്റാണ് മതി. നമ്മളിതാ ഇങ്ങോട്ട് വാ, ഞാൻ അവിടെ ഉണ്ട്, ചെരുപ്പിട്ട് കൊടുക്കണേ. വാ, നമ്മളായാത്ത പ്ലസ് സൂക്ക് കാട്ട വന്നിക്കണത്. സമയം പോണ പോക്ക് നിങ്ങൾ 7:15. ഇതിനുള്ളിൽ നമ്മൾ ട്രോളി ബാഗ് വാങ്ങണം കേട്ടോ. കണ്ട ഇതിനുള്ളിൽ ട്രോളി ബാഗ് ഉണ്ട്, ഓഫേഴ്സ് ഉണ്ടാവും. എന്ത് ഈ ക്രൗണൊക്കെ കല്യാണത്തിന് തിളങ്ങ. ഒരു ഇന്നിറങ്ങി പോരുമോ? ചുട്ട ഇട്ട് വാ. വണ്ടി സ്റ്റാർട്ടാക്കണം, വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിയോ. പിന്നെ ചാവിയും ചെറുത്താണ് കേട്ടാ മാൻ. ചെരുപ്പിട്ട് കൊടുക്കാണ്. ഏയ് ഏയ് എവിടുക്കാ? ചോദ്യം പറച്ചിലൊന്നുമില്ല. പോണ എവിടുക്കാ? ഇവിടെ വാ. തുടങ്ങിയടി, അവൻ്റെ യുദ്ധം തുടങ്ങി. എന്ത് തടിയത്? അവിടെ എവിടെ ട്രോളി ബാഗ് കണ്ടിരുന്നു പപ്പ. ഇതല്ല, നല്ല റേറ്റിലാടെ. കയറ് ഇതിനുള്ളിൽ കയറ്. വാ അല്ല തല്ലുള്ളി, അതിനുള്ളിൽ കയറ്, ഇതിനുള്ളിൽ കയറി തല്ലു. അടി അങ്ങനെ അടി പൊട്ടലും കഴിഞ്ഞ കണ്ടങ്ങള്. വാ, ട്രോളി നല്ല പലതരം നല്ല നല്ല ട്രോളികളുണ്ടടി. നടക്ക് വാ. ഇഷ്ടമില്ല ഒരുപാട് ട്രോളികളുണ്ട്. അത് നോക്കി ഏതാണ് അതിവാ. ട്രോളി ബാഗ് വാങ്ങാൻ വന്നാണ്ട് ട്രോളി ബാഗ് കിട്ടിയില്ല കേട്ടോ. ലബൂബ് വാങ്ങി പോന്നിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിച്ചോക്കട്ടത്തിൽ എന്താന്നല്ലേ ബനാണോ ഇതാണ്. ഓന് പറ്റിയത് ഓന് എടുത്തുക്കണോ? ഏത് കളറെ കിട്ടിക്കണോ നോക്കണം. ആർക്ക് ലബൂബ് ഓരോരോ ആൾക്കാരുടെ വയറിലാക്കും. കുട്ടികളത് കണ്ടിട്ട് പിന്നെ തൊഴിലും ഉണ്ടാവില്ല. ട്രോളി ബാഗിന് നല്ല പ്രൈസ് കിട്ടോ അല്ലേ? ഓഫറില്ല അല്ലേ? കാരണം നമുക്കൊരു 3 ബാഗ് വേണം. ഒക്കെ 200-ൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഓഫറിൽ വാങ്ങിയാൽ നമുക്ക് മുതലാവുള്ളൂ. നടക്ക് ലബൂബ്. അന്നൊക്കെ തോന്നി അതാ ചോദിച്ചത്. ഞാൻ വേറെ കട കണ്ടിരിക്കണം, അവിടെ പോയോ കട അല്ലെങ്കിൽ പിന്നെ നിർത്താവാ. വേറെ കട കണ്ടിരിക്കണേ. ഷാവിയടിയാ നോക്കാം. ആ നടക്ക്. ഇതാണ് ലബൂബൂട്ടോ. അത് പറയലുണ്ട് ഇതില് ചെയ്താൻ എന്തൊക്കെ ഉണ്ടെന്ന്. കാരണം ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ വൈറലായി കണ്ടോട്ടെ. പക്ഷെ ഇത് ഡ്യൂപ്ലിക്കേറ്റ്, അത് ഒറിജിനൽ ഒന്നല്ല. എന്താ കൊടുത്തിക്കണല്ലോ മോൺസ്റ്റേഴ്സ് തുറക്ക് പൊട്ടിച്ച. പക്ഷെ ഇത് ഒറിജിനൽ അല്ല. ഇത് കോപ്പി. ഒറിജിനൽ ആൾക്കാർ ക്യൂ നിന്നൊക്കെ ഇത് വാങ്ങണത്. ഞാൻ ഈ സ്റ്റിക്കർ ആക്കി തരാം. മറ്റേതൊക്കെ നീ ഇതാക്കിയാ മതി കേട്ടോ. മറ്റൊരു ബാക്കിൽ എന്തോ പണി നടക്കണ്ടടി. അത് തുറക്കിട്ടോ. ഏത് കളറാ നമുക്ക് ഇതിലൊക്കെ നമുക്ക് അറിയില്ല ഏത് കളറാ കിട്ടുക. കണ്ണടക്ക് 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 കണ്ണടച്ചിട്ട് തുറക്ക്. കണ്ണടക്ക് കീസില്ല. ഇനി കണ്ണടക്ക്. എത്രയും കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ ഏത് കളർ പണി കിട്ടി നോക്കട്ടെ. പഞ്ചസാര പോലെ തിരക്കി വരണ അടി കൂടെ എടുത്തോ. എല്ലാം ഇവിടെ കാണാനൊക്കെ ഉണ്ടാവും. ഇതിന്റെ ബാഗ് വിടാൻ തരോടാ. വണ്ടി തൂക്കാൻ തരുമോ? നമുക്ക് ഇവിടെ തൂക്കിടാം. കേട്ടോ ഇതോടെ ലബൂബു 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 man ടോം 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 ടോം. ക്യൂട്ടില്ലേ? ഒരു അമ്മ എടുത്ത പോയോക്കല്ലേ. ട്രോളി വാങ്ങിച്ചാൽ മതി. പോകണം ട്രോളി ട്രോളി. ഇല്ല ഇല്ല പൊട്ടിച്ചൂല. അടന്നോട്ടെ പപ്പനെ പൊന്നെ. ഫൈനൽ നമ്മളെ നോർത്ത് പസഫിക്കിൽ വന്നാണ്ട് നമ്മളെ പെട്ടി വാങ്ങിട്ടോ. 2 പെട്ടി വാങ്ങി. ഒരു പെട്ടി ഉള്ളിലുണ്ട്.
ഇവര് വണ്ടിയിൽ അടി കൂടിയിട്ട് ആകണേ നോലോളിയൊക്കെ തുടങ്ങിക്കണ അടി ഇതെന്തി അടി കിട്ടിയോ ആക്കണേ എന്തോ എൻ്റെ ആവശ്യം ബാഗ് പപ്പ വാങ്ങിത്തരാം പപ്പ ബാഗ് വാങ്ങിത്തരാം കേട്ടോ ഇതാണ് ബാഗ് വാങ്ങിയിട്ട് വണ്ടി ഇത് പെരിക്ക് പോവുള്ളൂ വണ്ടി ബാഗ് വാങ്ങിയിട്ടേ പെരിക്ക് പോവുള്ളൂ ഇത് 35 കിലോന്റെ പെട്ടി കേട്ടോ അതിനുള്ളിൽ 30 കിലോന്റെ പെട്ടി ഉണ്ട് പപ്പ ബാഗ് വാങ്ങിയിട്ടേ പെരിക്ക് പോവുള്ളൂ പോരെ ആരെ പൊട്ടിച്ചേ എവിടെ പൊട്ടിയേ എവിടെ പൊട്ടിയത് പൊട്ടിയിട്ടില്ലല്ലോ എവിടെ ആ നോക്കാം പപ്പ നോക്കട്ടെ വണ്ടി കയറേ 30 റിയാല് വള്ളത്തിലായി അപ്പോൾ ഇതാ ഞങ്ങൾ ഡേ ആൻഡ് ഡേ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ആദ്യം ഇവിടെ സെൻറ്റർ പോയിന്റ് ആയിരുന്നു നമ്മളെ മാക്ഡോണൽസിന് നേരപ്പുറത്ത് സെൻറ്റർ പോയിന്റ് ഒരുപാട് കാലം മുന്നിട്ടോ ഇത് ഡേ ആൻഡ് ആണ് ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉണ്ട് പിന്നെ ഞങ്ങൾ ഷൂ ഒക്കെ അദീമിനും ആദമിനൊക്കെ വാങ്ങൽ ഇപ്പോൾ ഇവിടെ നിന്നാണ് കുറച്ച് കാലമായിട്ട് കാരണം കുറഞ്ഞ പൈസക്ക് നല്ല ഷൂ കിട്ടും മറ്റേ പോരില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടി കച്ചറ കാണിച്ചാണോ ഇനി ലബൂബു അത്രേ ലബൂബു വാ നോക്കട്ടെ ഫോൺ കാണിച്ച പപ്പക്ക് ഹലോ ഫോണൊക്കെ വാങ്ങിക്കണ കുറ്റി അവിടുന്ന് ആ ഇവിടെ ഷൂ ആണല്ലോ അടി ഷൂ വാങ്ങാൻ പോവാട്ടോ ഇവിടെ ഷൂ എല്ലാം ഉണ്ട് കേട്ടോ ഇതെല്ലാം ഉണ്ട് ഓഫറും ഉണ്ട് അല്ലേ ആ കുട്ടികൾ ഇവിടെ ഉണ്ടല്ലേ ആ നല്ല ഓഫർ ഇട്ടുണ്ട് വെറുതെ നല്ല ഷൂ കടന്നിറങ്ങുന്ന ആൾക്കാർ ഷുബോ എയർ കോപ്പി ഇട്ടിട്ടാണ് 29 റിയാലോ കേട്ടോ ഷൂവിന് ഉണ്ടോ നല്ല ലേറ്റ് എത്തണ ഷൂ കേട്ടത് ലേറ്റ് എത്തനാണ് ഉണ്ടോ അതിന് വരുന്നതൊക്കെ 29 റിയാൽ കേട്ടോ അതിനേത് ഷൂ വേണ്ടത് അവർക്കൊന്നും വേണ്ടതില്ല ഓക്കെ ശരി ഇല്ലാത്തില്ല ഇത് എത്തുന്നുണ്ട് ഇത് നല്ല ഷൂ കേട്ടോ കുഴപ്പമില്ല പരിക്കും പതിമിൻ്റെ കാൽമത്തെ ഷൂ ഒക്കെ ഇതാണ് കണ്ടോ ഏതിലെടുക്ക് എന്നിട്ട് പോവാ കറക്റ്റ് അല്ലേ ഇത് ലേറ്റ് എത്തുന്നുണ്ട് അടി എല്ലാതും ലേറ്റ് എത്തുന്നുണ്ട് രസമുണ്ട് അത് കറക്റ്റ് ആവട്ടെ അപ്പൊ നക്കിയോട്ടെ ആ വലിപ്പച്ചിരി കൂടുതലൊന്നും കുഴപ്പമില്ല ഒരു കാൽമക്ക കറക്റ്റാ ഊരിക്കളാ ഇത് ലേറ്റ് എത്തുന്നുണ്ടല്ലേടി നോക്കട്ടെ ഇത് ലേറ്റ് എത്തുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാതും ലേറ്റ് എത്തുന്നുണ്ട് 26 മതിയോ പക്ഷെ ഇത് കറക്റ്റായി ഫിറ്റ് ആയി കിടക്കുന്നുണ്ട് അല്ലേ രസമുണ്ട് പ്രൈസ് വരുന്നത് 29 റിയാലോ കേട്ടോ അടിപൊളി ചെരുപ്പുകൾ കേട്ടോ ഒക്കെ 10 റിയാലോ കേട്ടോ ഇതില് കണ്ടോ അവിടെയൊക്കെ ഷൂകൾ പദീമിന്റെ കാൽമല്ല ഷൂ ഇതാണ് പഴയത് കേട്ടോ പഴയത് ഇവിടുന്ന് വാങ്ങി തന്നെയാണ് കണ്ടോ അപ്പോൾ വാങ്ങണേ ഷൂ നോക്കുന്നുണ്ട് ആദൂനെ ഇപ്പോൾ കിട്ടാത്തുള്ളൂ അദീമിന് കിട്ടി ആദൂനാണ് ഇപ്പോൾ ഷൂ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണം ഡബിൾക്ക് ബ്രാൻഡോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയിലോ വാങ്ങിയിട്ട് കാര്യമില്ല ഈ കാലൊക്കെ ധാരധാരമേന് വലുതാവുകയാണേ നല്ല നല്ല ചെരുപ്പുകൾ ഇനി കുട്ടികൾക്ക് മാത്രമല്ല അല്ല കേട്ടോ വലിയവർക്കുള്ളതാണെങ്കിൽ ഇതാ പിന്നെ ഇവിടെ ഓഫർ സെയിൽ അടക്കുന്നുണ്ട് അതുകൊണ്ട് കാർപ്പറ്റ് കാര്യങ്ങൾ മൊത്തം ഇവിടെ ഓഫറാണ് കേട്ടോ നല്ല ഓഫേഴ്സ് ഇറക്കുന്നുണ്ട് ഇവിടെ ഇതിപ്പോൾ ഇതിൻ്റെ എനിക്കുള്ള ഷൂകളാണ് അപ്പുറത്ത് നല്ല മോഡൽ ഷൂകളുണ്ട് കണ്ടോ അപ്പോൾ ഇന്നലത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാക്കണേ ഇന്ന് 2ാമത്തെ ദിവസം കേട്ടോ പർച്ചേസ് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല മീൻസ് മെയിൻ പർച്ചേസും കഴിഞ്ഞതാണ് പല രണ്ടാളെ മുടി ഒടിച്ചാൻ വേണ്ടി കൊണ്ടുപോകണം അതിവിടെ ബാക്കിലുണ്ട് അതുട്ടോ എവിടെ ഒരുത്തന്നെ അവിടെ മുന്നിൽ തന്നെ നമ്മളെ ഫ്രണ്ട് ഉണ്ട് അവരടുത്തേക്ക് മുടി അടിച്ചാൻ വേണ്ടി കൊണ്ടുപോകട്ടോ നാട്ടിക്ക് പോവില്ലേ കല്യാണമൊക്കെ അല്ലേ അതൊക്കെ മുടിയൊക്കെ വെട്ടിച്ച് സുന്ദരപ്പന ആവണേ അപ്പോൾ അതാക്കണേ ഞാൻ ഏതായാലും മുടിയൊക്കെ പോയി വെട്ടിച്ചിട്ട് ഇന്ന് രാത്രി പോയിട്ട് മുട്ടായും കാര്യങ്ങളൊക്കെ വാങ്ങണ്ടേ മുട്ടായും കാര്യങ്ങളൊക്കെ വാങ്ങണ്ടോ കുഞ്ഞുട്ടാ യെസ് മുട്ടായും കാര്യങ്ങളൊക്കെ വാങ്ങണം അത് കഴിഞ്ഞ് ബാക്കി പിന്നെ കേട്ടോ ഇതാണ് നമ്മളെ അനീഷാക്കു കുട്ടികളുടെ മുടി തൊട്ടപ്പൻ അനീസ ബ്ലോഗാണ് അനീസ ഞാൻ ചോർക്കായില്ലാറാണ് ഞാൻ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ ഓഫാക്കൂല ക്യാമറ ഓൺ ആക്കിയ ഞാൻ ഓഫാക്കൂല ക്യാമറ ഓഫാക്കിയ ഓഫാക്കൂല അദീമിന്റെ ഫസ്റ്റ് മുടി കളഞ്ഞ വ്യക്തിയാണത് ഒട്ടാണ്ടി നാട്ടിൽ പോണം സൈഡ് മാത്രം എടുത്താൽ വേണ്ട ചേകാമ്പറമില്ല എന്നാ എൻ്റെ അടുത്ത് തീർക്കാനി ഇല്ലൊന്നും വേണ്ട ഞാൻ മുട്ടിയിട്ട് പരിപാടി എടുക്കുവാനെ ഇല്ല കുഞ്ഞോ പ്രീക്കാണ് പ്രീക്ക് സംഭവം ഇവിടെ സെറ്റൊക്കെയാണ് പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കൂല ഞാനും വേണം എന്തൊക്കെ എടുക്കണ നോക്കണ്ട ഒന്നും തരൂല ഞാൻ നോക്കണ്ട
സൈഡ് മാത്രം എടുത്താൽ മതി. കല്യാണത്തിന് പോയി വരട്ടെ, സുന്ദര കുട്ടപ്പനാവട്ടെ. മുട്ടായി കൊടുക്കലേ എന്തൊക്കെ ഇനി കാട്ടണേ, എന്തൊക്കെയാണ് അനീച്ചാക്കും കാട്ടുന്നത്? എന്തൊക്കെയാണ് അനീച്ചാക്കും കാട്ടണേ? അനീച്ചാക്കും എന്താ കാട്ടണേ? അപ്പൊ ഞാൻ ഏതായാലും ഇതാ ഈ ലുക്ക് ഉണ്ടല്ലേ, ഇനി മുടി വെട്ടി കഴിഞ്ഞിട്ട് ചൊറുക്കായിട്ട് കാണാം. ഓക്കെ, ആഫ്റ്റർ ബിഫോർ മുടി വെട്ടി കാണാൻ. ഹായ് പറഞ്ഞ, ഹായ് പറഞ്ഞ, ഹായ് പറ, ഹായ് പറ. ഇനി മുടി വെട്ടിട്ട് കാണട്ടാ. അപ്പൊ മുടി കാര്യങ്ങളൊക്കെ വെട്ടിയിട്ട് ഇതാ പോന്നു. ആദ്യം മുടി കാണിച്ചു കൊടുത്താ, വെട്ടി കാണിച്ചു കൊടുത്താ പാപ്പനെ പോന്നെ. ആ വെട്ടി കാണിച്ചു കൊടുത്താ. ആ എവിടെ വെട്ടിയേ കാണിച്ചാ, എവിടെ വെട്ടിയേ? സൂപ്പറായി കണ്ട. അത് കാണിച്ചാ എവിടെ വെട്ടിയതാ? എവിടെ വേരൊക്കെ കാണിച്ചു കൊടുത്ത? വേരൊക്കെ ഇട്ട എവിടെയൊക്കെ? ഒരു വേര അവിടെ, ആ പിന്നെ ഒരു വേറെ ബാക്കില്, രണ്ട് വേറെ ബാക്കില്. ഏത്തൊക്കെ ഇതൊന്നും ഞാൻ പറഞ്ഞ ഡീച്ചല്ല, ഫോൺ പറഞ്ഞതിന്റെ ഡീച്ചാണ്. വേരകളൊക്കെ എത്ര ഇവിടെ ഒരു വേര, ബാക്കിൽ രണ്ട് വേര. ആർക്ക് വേറെ ഒന്നും മാറ്റടാ, ഒരു വേറെ ഒന്നും മാറ്റത്തില്ല. അതിനായിട്ടില്ലല്ലോ വരക്ക് അല്ലേ? എന്തൊക്കെയാണ്, ഞാനും കൂടി ഇത്രയും കാലമായിട്ട് ഇവിടെ ഒരു വേറെ ഇട്ടിട്ടില്ല. പിന്നെ കുഞ്ഞുവോ. അപ്പൊ അതൊക്കെ മുടി വേരകളൊക്കെ വെട്ടി ഷെബൂറ്റ് നമ്മളെ ഈ കാണുന്ന മുന്നത്തെ അയാത്ത് പ്ലാസ സൂക്കിലേക്ക് പോയിക്കട്ടോ. അവൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞ ഉമ്മയും ഒക്കെ പോയിക്കിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ വീട്ടിൽ പോയി ഇനി കുളിയൊക്കെ ഒന്ന് കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് എന്താ കഴിഞ്ഞാൽ നേരെ ലുലുവിലൊന്ന് പോകണം. അവിടുന്ന് 2-3 സാധനം കൂടി എടുക്കാണ്ട്. അത് കഴിഞ്ഞാൽ കുറച്ച് മുട്ടായും പർച്ചേസ് ചെയ്താൽ നമ്മളെ വ്ളോഗ് കഴിഞ്ഞില്ലേ? യെസ്, ഇതാണ് നമ്മൾ ടൊയോട്ട. ഇതാണ് നമ്മൾ ടൊയോട്ട ഇഷാറ എന്ന് പറയുമ്പോൾ നമ്മൾ റൂം കേട്ടോ.